യൂട്യൂബർ രാജൻ ജോസഫിന് പിടിവീണു. പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പരാതിയിലാണ് യൂട്യൂബർ രാജൻ ജോസഫിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി ഉണ്ടാവുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് അടൂർ പോലീസിൽ പരാതി നൽകിയത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, ഈ യൂട്യൂബർ ഇപ്പോൾ പോലീസ് പിടിയിലാണ്. അതിന് കാരണമായിട്ടുള്ള ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കണ്ടന്റ് എന്താണ്? ഷിഹാസ്, കഴിഞ്ഞ ജൂൺ 4-നാണ് യൂട്യൂബർ രാജൻ ജോസഫിനെതിരെ ഒരു പരാതി പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. 2026 ജനുവരി 20 മുതൽ ജനുവരി 27 വരെയുള്ള ദിവസങ്ങളിൽ വൈറ്റ്സ് വാൻ TV ന്യൂസ്, രാജൻ ജോസഫ് എന്നീ പേരുകളിലുള്ള യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലും പരാതിക്കാരെ അപമാനിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്നതായിരുന്നു പരാതി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് പരാതി നൽകിയത്. രാഹുൽ മാങ്കുട്ടത്തലിനെ അനുകൂലിച്ച് പരാതിക്കാരി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ വിമർശിച്ചാണ് യൂട്യൂബർ രാജൻ ജോസഫ് യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലും വീഡിയോകൾ പോസ്റ്റ് ചെയ്തത്. ഈ വീഡിയോകൾ തന്നെ അപമാനിക്കുന്നതാണെന്ന് പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത 79(3)(5) വകുപ്പുകൾ പ്രകാരമാണ് പരാതിയിന്മേൽ അടൂർ പോലീസ് രാജൻ ജോസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കേരള പോലീസ് ആക്ട് 2011 120 വകുപ്പ് പ്രകാരവും കേസെടുത്തു. തുടർന്ന് അന്വേഷണത്തിലായിരുന്നു അടൂർ പോലീസ്. രാജൻ ജോസഫിനെ എറണാകുളത്തു നിന്നുമാണ് കസ്റ്റഡിയിൽ എടുത്തത്. പ്രതിയെ അടൂരിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോടതി പ്രതിക്ക് ജാമ്യം നൽകി. ഷിയാസ്. ശരി പ്രവീൺ.